വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചൊവ്വാഴ്ച തൊടുപുഴയിലെത്തും. ഗവർണറെ ക്ഷണിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലപാടിൽ പ്രതിഷേധിച്ച് LDF അന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് അവഗണിച്ചാണ് ഗവർണർ എത്തുന്നത്. വിഷ്ണു സുരേഷുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന്. വിഷ്ണു, ഈ പരിപാടിയിൽ മാറ്റമില്ല എന്ന് രാജ്ഭവൻ അറിയിക്കുന്നുണ്ടല്ലോ. LDFന്റെ രാജ്ഭവൻ മാർച്ച് അന്നാണ്. ജില്ലയിൽ ഏത് തരത്തിലായിരിക്കും LDF പ്രതിഷേധം? വിഷ്ണു. ഉന്മേഷ്, ജില്ലയിൽ ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് LDFന്റെ ജില്ലാ കമ്മിറ്റി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഈ ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിൽ പ്രതിഷേധിച്ചാണ് 9-ാം തീയതി രാജ്ഭവനിലേക്ക് ഇടുക്കി LDF ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നത്. അന്നേ ദിവസം ഗവർണറെ തൊടുപുഴയിലേക്ക് ക്ഷണിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിലപാട് ശരിയായില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ഇവർ ഇടുക്കിയിൽ ഹർത്താൽ കൂടി പ്രഖ്യാപിച്ചത്. പക്ഷേ ഹർത്താൽ ഉണ്ടെങ്കിൽ പോലും താൻ എത്തുമെന്ന ഗവർണർ സംഘാടകർക്ക് മറുപടി നൽകിയിരിക്കുന്നു. ഇന്നലെ ഈ ഹർത്താലുമായി ഉള്ള വിവരം ഗവർണറുടെ ഓഫീസിനെ വ്യാപാര വ്യവസായികളുടെ സംഘടന അറിയിച്ചിരുന്നു. ഇതിൽ നിന്നാണ് ഗവർണർ മറുപടി നൽകിയത്. തനിക്ക് മറ്റൊരു ദിവസം ഇനി നൽകാനാവില്ല. 2 മാസം മുമ്പാണ് ഈ ഡേറ്റ് എടുത്തത്. അതുകൊണ്ട് ഇനിയൊരു ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ടതില്ല, താൻ വരും എന്നുള്ളത് തന്നെയാണ് ഗവർണർ ഈ വ്യാപാരി വ്യവസായി സംഘടനകൾക്ക് നൽകിയിരിക്കുന്നത്. പരിപാടിയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. പോലീസ് സുരക്ഷ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവർണർക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ട ചുമതല പോലീസിനുണ്ട് എന്നുള്ളതാണ് വ്യാപാരി വ്യവസായ സംഘടനയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം. ഗവർണർ എത്തും. കനത്ത പ്രതിഷേധം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ജില്ലയിലുടനീളം ഗവർണർക്കെതിരെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും നിലവിലുണ്ട്. ഉന്മേഷ്, ശരി. അങ്ങനെ ഇടുക്കിയിൽ ഒരു പോർമുഖം തുറക്കുകയാണ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.